നമസ്കാരം. വളരെ എമർജൻസി ആയിട്ടൊരു കാര്യം നിങ്ങളോട് അവതരിപ്പിക്കുകയാണ്. ഈ നിൽക്കുന്ന 3 പേർ പാവങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, രാവിലെ വാടാനപ്പള്ളി സെൻറ്ററിൽ നിന്നും ഈ നിൽക്കുന്ന ഈ വീടിന് ചുറ്റുമുള്ള പുല്ലും മറ്റു സാധനങ്ങളും ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇവിടെ വിളിച്ചു വരുത്തി. തളിക്കുളം ഭാഗത്തുള്ള ഇവർ താമസിക്കുന്നത് തളിക്കുളം ഭാഗത്താണ്. ഈ വിളിച്ച വ്യക്തിയുടെ വീടോ സ്ഥലമോ ഇവർക്കറിയില്ല. ഇവർ സാധാരണ രാവിലെ വാടാനപ്പള്ളി വന്നിരിക്കും. അവിടെ നിന്ന് പലരും ഇവരെ പണിക്ക് കൊണ്ടുപോകുന്ന പതിവാണ്. അതുപോലെ ഒരാൾ വന്ന് വിളിച്ചു. ഇവർ പണി എന്ന രൂപത്തിൽ വന്നു. അങ്ങനെ ഈ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അവർ പറമ്പൊക്കെ ക്ലീൻ ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് ഈ പണിക്ക് കൊണ്ടുവന്ന ആളെ കാണാതായപ്പോൾ അവർ ഒന്ന് അന്വേഷിച്ചു. അങ്ങനെ അവരെ ഡ്രസ്സും അതുപോലെ ഉച്ചഭക്ഷണമൊക്കെ വെച്ച സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ അവരുടെ ഡ്രസ്സുകളിലുണ്ടായിരുന്ന പാൻറ്റിലും ഷർട്ടിലൊക്കെ ഉണ്ടായിരുന്ന അവരെ പൈസകളും അതുപോലെ തന്നെ മൊബൈൽ ഫോണും എല്ലാം ഈ പറഞ്ഞ വ്യക്തി കട്ടുകൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഏതാണ് വ്യക്തി എന്നുള്ളതൊരു രൂപരേഖ കിട്ടിയിട്ടില്ല. അവർക്ക് ആദ്യമായിട്ടാണ് ഇവർ കാണുന്നത്. പലരും വന്നവരെ ജോലിക്ക് വിളിക്കുമ്പോൾ അവരിങ്ങനെ പോകാറുള്ളതാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയും ഇതുപോലെ വീട് അടച്ച് പൂട്ടി പോകുന്ന ഗൾഫിലുള്ളവരായാലും മറ്റ് സ്ഥലത്തേക്ക് അധിക ദിവസം മാറി നിൽക്കുന്നവരായാലും ശ്രദ്ധിക്കുക. നമ്മൾ പണിക്ക് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കണം. ഇതുപോലെ ഇനി ആൾക്കാർ പറ്റിക്കപ്പെടാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ വിദേശത്ത് നിൽക്കുന്ന നമ്മുടെ സഹോദരർക്ക് മാത്രമേ അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരമാവധി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം. ഇനിയും ആരും പറ്റിക്കപ്പെടരുത്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സുരക്ഷിതത്വം കൂടി നമ്മൾ നോക്കണം. ഈ പറഞ്ഞ വ്യക്തി ഈ വീടിൻ്റെ പരിസരമൊക്കെ പലപ്പോഴും അരിച്ചു പെറുക്കിയിട്ടായിരിക്കാം ഇത്തരം കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഈ പാവങ്ങളുടെ മൊബൈലും മറ്റു രേഖകളും പൈസയും എത്രയും പെട്ടെന്ന് കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അവരെ ഡോക്യുമെൻറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പരമാവധി പോലീസുകാർ ശ്രമിക്കുന്നുണ്ട്. പോലീസുകാർ എത്തിയിട്ടില്ല, എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ CCTV ഫുട്ടേജ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവരെ സഹായിക്കാൻ പരമാവധി ഷെയർ ചെയ്യണം. ഇനി ഇവരെ സഹായിക്കൽ മാത്രമല്ല, ഇനി ആരും ഇതുപോലെ പറ്റിക്കപ്പെടരുത്. ഇതുപോലെ അന്യനാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നു. എന്നിട്ടും അവർ ജോലിക്ക് വേണ്ടി നേരത്തെ വന്നു, ഭക്ഷണം എല്ലാം കൊണ്ടുവന്നവർ. പക്ഷെ അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്നവരും അതുപോലെ അധിക ദിവസം നമ്മുടെ വീടെല്ലാം അടച്ച് പുറത്ത് പോകുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ബൈ ബൈ. പ്രിയമുള്ളവർ, അപ്പോൾ ഇവർ ഇവിടെ ക്ലീനിങ്